ഇപ്പം ഏത് നാട്ടിലെത്തിയാലും എല്ലാവർക്കും വേണ്ടത് കുട്ടികളെങ്ങനെ നന്നാവാം എന്ന ആശയമാണ്. അധിക പേരും ദ്വാരക്കാൻ പറയണത് മക്കളൊന്ന് നന്നായി കിട്ടണം ഉസ്താദേ എന്നുള്ളതാണ്. എന്തേ, ഞാൻ ഏതായാലും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ മോന് ഡിഗ്രി പഠിക്കുന്നുണ്ട്, PG ആണ്, CMA ആണ്, BSc നഴ്സിംഗ് ആണ്, അല്ലെങ്കിൽ MBBS ആണ്, BDS ആണ്, FAMD ആണ്, MA ആണ്. ഓനൊന്ന് ഉഷാറാവണം. പിന്നെ മുത്താലിമാണ്, 2 വർഷമായിട്ടുണ്ട്, ഹാഫിളാണ്, സോ ഒന്ന് ദ്വാരക്കണേ എന്നാണ് എല്ലാ തങ്ങന്മാരോടും ഉസ്താദന്മാരോടും നമ്മൾ പറയൽ. നമ്മളേതായാലും ഉയർന്ന നിലയിലെത്തിയില്ലെങ്കിലും എൻ്റെ മോനെങ്കിലും എൻ്റെ മകളെങ്കിലും ഒന്ന് നന്നായി കിട്ടണം എന്നതാണ് വിചാരം. അതേ ആഗ്രഹം വെച്ച മക്കളിൽ നിന്ന് തന്നെ നിൻ്റെ മോനതാ കള്ള് കുടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നേ, നിൻ്റെ മോള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കണ്ടതാ, ബൈക്കിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് നമ്മളെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് കേട്ടാൽ പിന്നെ നമ്മളും ചിന്തിക്കൂലേ, ഞാൻ എന്തിനാണ് റബ്ബേ ഇത്രയും കാലം അധ്വാനിച്ച് ജീവിച്ചത് ഇല്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചൂലേ? അതിന് നമ്മളെ മക്കൾ നന്നാവാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നു, നമ്മളെ മക്കൾ നല്ലവരോടൊപ്പം കൂട്ടുകൂടണം. അവിടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കലാലയത്തിൽ കുട്ടികളെ ചേർക്കുമ്പോഴേ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, മുഅ്മിനായി ജീവിക്കുന്നിടത്ത് അവിടെ വല്ല പ്രശ്നവും ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നിരീക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. ഹാസ് ബീനും ഹാഡ് ബീനൊക്കെ യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയും, പക്ഷെ അവന് ഔലിയാക്കളാര് അമ്പിയാക്കളാര് എന്ന് അറിയൂല. അതാ പ്രശ്നം. അമേരിക്കയുടെ ആദ്യാക്ഷരമായ എ പഠിക്കണതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ആദ്യാക്ഷരമായ അലിഫ് പഠിക്കണം കുട്ടികൾ. നമ്മളും അതിൽ പിന്നിലാവാൻ പാടില്ല. കുട്ടികൾ ഭൗതികവും ആത്മീയവും ഒക്കെ പഠിക്കണം. മദ്രസ ചെറിയ പ്രായത്തിൽ തന്നെ ഒഴിവാക്കിയിട്ട് എല്ലാ ഡിഗ്രിയും PGയും കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ കുട്ടികൾ നമുക്ക് ആഖിറത്തിൽ അനുകൂലാവോ പ്രതികൂലാവോ എന്ന് നേരത്തെ സ്വന്തത്തോട് ചോദിച്ച പോലെ ഒന്നുകൂടി ചോദിച്ചു നോക്കിയേ. നമ്മളെ മക്കൾ നന്നായി കിട്ടണം. അതിന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ് എൻ്റെ മക്കളുടെ കൂട്ടുകാർ എന്ന് ഉറപ്പിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ മുത്തഅല്ലിമീങ്ങൾ പഠിക്കണ കാലത്ത് നമ്മുടെ സ്ഥാപനത്തോട് നന്നായിട്ട് സഹകരിക്കുന്ന, നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരു ഉമ്മാമ മരണപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് മുത്തഅല്ലിമീങ്ങൾ സ്ഥാപനത്തിൻ്റെ വാഹനത്തിൽ അവിടെ എത്തി. യാസീൻ ഓതുമ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് ചെറിയ ശബ്ദവും ഒരു അസ്വസ്ഥതയും ഒരു ബഹളവും. നമ്മളൊന്നല്ല അന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്. മുതിർന്ന ഉസ്താദുമാരും മറ്റും സീനിയർ മുത്തഅല്ലിമീങ്ങളൊക്കെ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ മരിച്ചുപോയ ഉമ്മയുടെ 2-3 മക്കൾ വഹാബികളാണ്. അവരാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മമാരെ, നമ്മളെ മക്കൾ നല്ലവരോടൊപ്പം കൂട്ടുകൂടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം? പ്രശ്നം എന്ന് വെച്ചാൽ ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഷിർക്കാവുന്നതാണ്. കുറച്ച് താടി ഉണ്ടാവും, പാൻ്റൊക്കെ കുറച്ച് പൊന്തിയിട്ടുണ്ടാവും. പണ്ടൊക്കെ CD ഉണ്ടാവും 2-3 കയ്യിൽ, ഇപ്പം വേണമെങ്കിൽ 2-3 പുസ്തകങ്ങളും ഉണ്ടാവും. എന്താ അതിൻ്റെ കാരണം? മക്കൾക്ക് വേണ്ട വിധത്തിൽ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അതതിൻ്റെ കാരണം. അതന്നെയാണ് അതിൻ്റെ കാരണം. മക്കൾ നന്നാവണമെങ്കിൽ സുയാനത്തുൻ അൻ ഖുറനാ ഇസ്സൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാ. എങ്ങനെയാ പിള്ളേരിപ്പോൾ ലിബറൽ ലോകത്തേക്കൊക്കെ പോണത്? ഈ അടുത്തൊരു വാപ്പ വന്നിട്ട് അവരുടെ മകളെക്കുറിച്ച് ഒരു വിഷമം പറഞ്ഞു, ഒറ്റ കരച്ചിൽ, നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ കാരണം? അവളുടെ കൂട്ടുകാരികളെല്ലാം ഫാഷനിൻ്റെയും ലിബറലിസത്തിൻ്റെയും ആളായി പോയി. അതുറപ്പല്ലേ?
അനിൽ മർഇ ലാ തസ്അൽ ഫസല്ലൻ ഖരീനിഹി. ഉറപ്പല്ലേ? ഉദാഹരണത്തിന് ഞാൻ പ്രസംഗത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം ചൂടുള്ള വെള്ളം വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഇടയിൽ ഞാൻ ചോദിച്ചു കുറച്ച് വെള്ളം നോക്കട്ടെ എന്ന്. തന്നു നോക്കുമ്പോൾ ഈ ഗ്ലാസ് വെള്ളം തണുത്ത വെള്ളം, കോൾഡായ വെള്ളം. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എന്തേ നിങ്ങളോടല്ലേ ഞാൻ ചൂടുള്ള വെള്ളം വേണമെന്ന് പറഞ്ഞത്? അതിന് സംഘാടകരുടെ മറുപടി, വെള്ളം ചൂടുണ്ടായിരുന്നു ഉസ്താദേ, വെള്ളം വെച്ചത് ഫാനിൻ്റെ അടുത്തായി പോയി അല്ലെങ്കിൽ കൂളറിൻ്റെ അടുത്തായി പോയി, അപ്പം പിന്നെ വെള്ളം തണുത്തു പോയതാണ്. കണ്ടോ? SLC വരെ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിക്ക് ളുഹർ വാങ്ങിക്കൊടുക്കുമ്പോൾ അസ്ർ വാങ്ങിക്കൊടുക്കുമ്പോൾ അവ്വൽ വക്തിൽ നിസ്കരിക്കണമെന്ന് ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഡിഗ്രിക്കും +2നും ചേർത്തത് കലാലയം ഒരു തണുപ്പൻ കോളേജിലാണെങ്കിൽ അവൻ്റെ എല്ലാ ചൂടും പോയിട്ടുണ്ടാവും, തണുപ്പനായിട്ട് വരും. നിസ്കരിച്ചാൽ പോരെ, വാങ്ങിക്കൊടുത്ത ഉടനെ നിസ്കരിക്കണം എന്നുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് അവനെത്തും. ആ ചങ്ങായിയാണ് പിന്നീട് നിസ്കാരെല്ലാം ശരിക്കും നിർബന്ധമുണ്ടോ എന്നൊക്കെ പിടി വിട്ടിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മക്കള് നന്നാവണോ? അതിന് മക്കളുടെ കൂട്ടുകാർ നന്നാവണം.